Okay. Now this. Okay, you will get the recorded video also. Sonia, Sharon. Okay. Let us begin the session right now. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. If you have doubts, at any time you are having the freedom, you have the right to ask questions. Okay, let me share my screen. Okay, right. Clear? You may not doubt if the ഇത് നമ്മൾ പുതിയ ടോപ്പിക്കാണ്, പക്ഷെ നേരത്തെ പഠിച്ചവരുണ്ട്. 6 മാസം കൂടുമ്പോൾ എല്ലാ ടോപ്പിക്കും വീണ്ടും റിപ്പീറ്റ് അടിക്കും, റിവിഷൻ അടിക്കും. അപ്പോ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ഇന്ന് ഇത് ഓരോ ബാച്ചാണ്. നമുക്ക് 8 മണിക്കുണ്ട്, 9 മണിക്കുണ്ട്, 6 മണിക്കുണ്ട്, രാവിലെ 6 മണിക്കുണ്ട്. പലരും പല ബാച്ചിന് സൗകര്യപ്രദമായതാണ്. ഇംഗ്ലീഷ് ബാച്ച്, ഹിന്ദി, മറ്റു ലാംഗ്വേജസ് ഉണ്ടെങ്കിൽ അതാത് ആളുകൾ. ബിക്കോസ് ഇറ്റ് ഈസ് കണ്ടക്ടഡ് ബൈ ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾസ് അസോസിയേഷൻ. ഇത് അസോസിയേഷന് കീഴിലുള്ള സ്കൂളുകളിലെ ടീച്ചേഴ്സിനും അതുപോലെ അൺട്രെയിൻഡ് ടീച്ചേഴ്സിനും അതുപോലെ പുതിയതായി വർക്ക് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും. കുറച്ചു പേര് മാത്രമേ ടീച്ചർ ആവാൻ വേണ്ടി കോഴ്സ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എംപ്ലോയിഡ് ആണ്. എംപ്ലോയിഡ് മീൻസ് ഈ കോഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ കോഴ്സിന് മുന്നേ തന്നെ അസോസിയേഷന് കീഴിലുള്ള അല്ലെങ്കിൽ മറ്റു പ്രൈവറ്റ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്നവരാണ്. മെത്തഡ് ഓഫ് മോണ്ടിസോറി ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? മോണ്ടിസോറി അധ്യാപന കലയെ കുറിച്ചും അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും ഒക്കെയാണ്. അതിൽ ചാപ്റ്റർ 1 we are going to see major skills of Montessori teaching, foundations of Montessori method of education, areas and methods of Montessori teaching, organization of Montessori environment and its design. ഈ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അസസ്മെന്റ്സ് ആൻഡ് ഇവാലുവേഷൻ ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ. നൗ മൈക്ക് മ്യൂട്ട് ചെയ്യൂ. കൃഷ്ണ മൈക്ക് മ്യൂട്ട് ചെയ്യൂ. ഒരു ഡൗട്ട് ഉണ്ട്. ജംഷി ചോദിക്കൂ. സർ എക്സാം ഇല്ല, വൈവ എക്സാം ഇല്ലേ? അപ്പോ വൈവ എക്സാം ഓൾറെഡി കഴിഞ്ഞു. ഇനി കഴിയാത്തവർക്ക് നാളത്തെ ബാച്ചിൽ പങ്കെടുക്കും. ഇനി നാളത്തെ ബാച്ചിൽ കഴിയാട്ടോ. വൈവ എക്സാം നേരത്തെ ആക്ച്വലി ഞാനും വൈവയുടെ ക്ലൈബിന് വേണ്ടി വെയിറ്റ് ചെയ്യും. കുറെ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യും. ഞാൻ ജോയിൻ ഓക്കെ, അത് കുറെ പേരുണ്ട്. വൈവ എക്സാം കുറെ പേരുണ്ട്. നിങ്ങൾ ശ്രമിക്കണം. ഞാൻ നിങ്ങളെ മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംശയം ചോദിച്ചോണ്ടിരിക്കും. വൈവ എക്സാമിന്റെ നോ പ്രോബ്ലം യു ക്യാൻ ഓൾസോ കണ്ടിന്യൂ. നിങ്ങൾ സീനിയേഴ്സ് ആണ്, നിങ്ങൾ റെസ്പെക്ട് ചെയ്യും. പക്ഷെ നിങ്ങള് ഇവരെ റാഗ് ചെയ്യാതിരുന്നാൽ മതി. നിങ്ങൾ സീനിയേഴ്സ് ആണ്, നിങ്ങളെ റെസ്പെക്ട് ചെയ്യും. പക്ഷെ നിങ്ങൾ ജൂനിയേഴ്സിനെ റാഗ് ചെയ്യാണ്ടിരുന്നാൽ മതി. അപ്പോ നിങ്ങളെ വൈവ എക്സാം 6 മാസം 1 വർഷം മുന്നേ കോഴ്സ് ചേർന്നവർക്കുള്ള വൈവ എക്സാം ഉണ്ടായിരുന്നു. കുട്ടികളുടെ എണ്ണം കൂടുതലുള്ളത് കൊണ്ടാണ്. ഒരേ ബാച്ചിൽ നമുക്ക് 40-60 പേര്, 120 പേരുണ്ടായിരുന്നു. ആ 120 പേരുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സമയം കിട്ടിക്കാണില്ല. അതാണ് പ്രശ്നം. ചിലപ്പോൾ നെറ്റ്വർക്ക് എറർ ഉണ്ടാവും. ഓൺലൈൻ എക്സാം ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. ഓൺലൈൻ ആകുമ്പോൾ കുറച്ചുകൂടി കൺവീനിയന്റ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കൊക്കെ ആളുകൾ സ്കൂളുകളിലൊക്കെ സമ്മർ കോച്ചിങ് ക്ലാസ് എല്ലാം ഓൺലൈനായി മാറി. സോ നൗ നമ്മളെ ഇന്നത്തെ ടോപ്പിക് ഇതാണ്. മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷന്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ ഇത് പുതിയ ടോപ്പിക്കാണ്. പുതിയ ടോപ്പിക് അല്ല, ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മോണ്ടിസോറി ഫൗണ്ടേഷൻസ് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ. You know that the Montessori method of education developed by Dr. Maria Montessori from Italy, Rome. റോമിൽ, ഇറ്റലിയിലുള്ള സ്ഥലത്തു നിന്നാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി. ഒരു ഫിസിഷ്യൻ ആണ്, ഒരു ആരോഗ്യശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ഒരാളാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ആ ഡോക്ടർ മരിയ മോണ്ടിസോറി ആണ് ഈ മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷന്റെ ഉപജ്ഞാതാവ്. അവര് സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് ആയിരക്കണക്കിന് 100-ലധികം രാജ്യങ്ങളിൽ കുറെ വർഷങ്ങൾക്ക് 150ഓളം വർഷങ്ങളായി. അപ്പൊ അത് ഇപ്പൊ നന്നായിട്ട് എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പരീക്ഷയോ സിലബസോ ഒരു ബുക്സോ കൊടുക്കാതെ ഒരു ഡെവലപ്മെന്റൽ ടൂൾസ് ഉപയോഗിച്ചിട്ട്, അപ്പാരറ്റസ് എന്ന് വിളിക്കുന്ന മോണ്ടിസോറി ടൂൾസ് ഉപയോഗിച്ച് കുട്ടിയുടെ എല്ലാവിധത്തിലുള്ള നാനാവിധത്തിലുള്ള വികസനം ഉറപ്പാക്കുന്ന പ്ലേവേ മെത്തേഡാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ. ഓക്കെ, മോണ്ടിസോറി ഇദ്ദേഹമാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി. ഹെർ ലൈഫ് ആൻഡ് കോൺട്രിബ്യൂഷൻ. അദ്ദേഹം എന്തൊക്കെയാണ് അത് ചെയ്തത്? ആദ്യം തുടങ്ങിയത് ജനുവരി 6-ന് റോമിൽ ഷീ സ്റ്റാർട്ടഡ് എ ഫസ്റ്റ് മോണ്ടിസോറി സ്കൂൾ ഇൻ റോം. The name of that school was Casa di Bambini. Casa di Bambini in Italy, it means children's house of children. അങ്ങനെ പേരുള്ളതാണ്. ജനുവരി 6-ആണ്. ജനുവരി 6-ന് ലോകത്തിൽ ഒത്തിരി മഹാന്മാരെ ജനിച്ചിട്ടുള്ള ദിവസമാണെന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞു.
നമ്മൾ ഇത് വീണ്ടും ഒന്നും കൂടെ ഓർപ്പിച്ചു, അത് റിവൈൻഡ് ചെയ്താണ് വീണ്ടും ആ ടോപ്പിക്ക് തന്നെ. അപ്പം നിങ്ങൾ ആരും ജനുവരി 6 ഏത് മഹാനാണ് ജനിച്ചതെന്ന് ചോദിക്കുന്നില്ല. അപ്പൊ നിങ്ങളോട് പ്രത്യേകിച്ച് അതിന് ഉത്തരം പറയാനില്ല. ഇനി ചാറ്റ് ബോക്സ് മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം മൈക്ക് മ്യൂട്ട് ചെയ്തു. ചില ആളുകൾ അൺനെസസറിലി അൺനോയിങ്ലി ആവശ്യമില്ലാതെയും അറിയാതെയും ഒക്കെ ചിലർ മൈക്ക് ഓൺ ആയി പോകും. നിങ്ങളുടെ വീട്ടിൽ കേൾക്കുന്നത് പറയുന്നതെല്ലാം നാട്ടുകാർ മുഴുവൻ കേൾക്കും. അതുകൊണ്ടാണ് മൈക്ക് മ്യൂട്ട് ചെയ്തത്. നൗ യു ക്യാൻ യൂസ് ദ ചാറ്റ് ബോക്സ്. ക്ലിയർ? ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാമെന്ന് മനസ്സിലായ ആളുകൾ ചാറ്റ് ബോക്സിൽ എസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അയക്കൂ. ഐ വാണ്ട് ആൻ എസ് ഫ്രം യു. ചാറ്റ് ബോക്സിൽ എസ് ടൈപ്പ് ചെയ്തിട്ട് അയക്കണം. വീഡിയോ ഓഫ് ആക്കിയിട്ട് പലരും പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാർക്ക് പോകും. പ്രസീത മുരളി, വേർ ആർ യു? ഓക്കെ. അമൃത കേശവൻ എവിടെ പോയി? അമൃത, where did you go? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പേര് വിളിച്ചോണ്ടിരിക്കും കേട്ടോ. ഡോണ്ട് ഗോ ഹിയർ ആൻഡ് ദർ. ഓക്കെ, അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഐ തോട്ട് ചിലരിങ്ങനെ ഓൺ ആക്കി വെച്ചിട്ട് കിച്ചണിലൊക്കെ പോയിക്കളെ. ഓക്കെ ഓക്കെ, നൗ ഐ ഗോട്ട് 5S. എല്ലാരും എസ് എന്നുള്ളത് ഓക്കെ, വെരി ഗുഡ്, യു അണ്ടർസ്റ്റുഡ്. അമൃത, ശ്രേയ, then ഷരിജ, ഷേബ, all of you please send an yes using the chat box. നിങ്ങൾക്ക് അത്രയെങ്കിലും അറിയോന്ന് അറിയാനാണ്. ചില ആളുകൾക്ക് ടീച്ചേഴ്സിന് ഈ ഓൺലൈനും സൂമും ഗൂഗിൾ മീറ്റും ഒക്കെ കമ്പൽസറി ആയിട്ട് അറിയണം കേട്ടോ. ടീച്ചേഴ്സിന് അത് അറിയണം. ചില ആളുകൾക്ക് ഇത് അറിയില്ല, എങ്ങനെയാണ് സൂം. അപ്പൊ ഇനി നമുക്ക് കോവിഡ് പോലെയല്ല, ഇനിയും അതുപോലെയുള്ള സാഹചര്യങ്ങൾ വരാം. അപ്പൊ there are 22,000 ഒന്നുമല്ല, 1,00,000-ലധികം മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ നടക്കുന്ന സ്കൂളുകളുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഹെർ മദർ. ഇനി അവരെ കുറിച്ചുള്ള ഹിസ്റ്ററിയാണ്. നിങ്ങൾക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽ, ടെക്സ്റ്റ് ബുക്സ്, കോഴ്സിന്റെ ഫീസ് അടച്ച എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്സ് കിട്ടും. നിങ്ങൾക്കിത് വായിച്ചു നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ നിങ്ങൾ ഒരു സാർ ഉണ്ട്, പ്രസീത മുരളി. യെസ് പ്രസീത, താങ്ക് യു. ജനുവരി 6 ഏത് മഹാനാണ് ജനിച്ചത് നിങ്ങൾ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് GK ആണ് ആ ചോദ്യത്തിന് ഉത്തരം. നിങ്ങളോട് പറഞ്ഞു തരും. അത് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നവർക്ക് വേണ്ടി മാത്രം. എയിംസ് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്നുള്ളത് എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോ പഠിക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങള്. കുട്ടികളെ അല്ലെങ്കിൽ ഈ മോണ്ടിസോറി മെത്തേഡ് പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് അവരുടെ ഫിസിക്കൽ എബിലിറ്റി, ശാരീരിക ക്ഷമതയ്ക്ക് അനുസരിച്ച് മാനസിക വളർച്ച ഉണ്ടാക്കിയെടുക്കുക. ചുറ്റുപാട് അവരുടെ സാഹചര്യം അനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ സാഹചര്യം മോണ്ടിസോറി മെത്തേഡ് പ്രവർത്തിക്കുന്നത്. ഓരോ കുട്ടിക്കും അവരവരുടെ മെന്റൽ കപ്പാസിറ്റി അനുസരിച്ച്, ബുദ്ധിശക്തിയും കഴിവും അനുസരിച്ച് മോണ്ടിസോറിയിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ട്. എല്ലാവർക്കും ഒരേ പാഠം, ഒരേ പരീക്ഷ, അങ്ങനെയല്ല. അതുകൊണ്ട് ആ മെത്തേഡ് കുറച്ചും കൂടെ സക്സസ്ഫുൾ ആണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം മോണ്ടിസോറി ടൂൾസ് ഒക്കെ സ്കൂളുകളിൽ സെറ്റ് ചെയ്യണം. മോണ്ടിസോറി മെത്തേഡ് ഭയങ്കര വിജയമാണ്. ഞങ്ങൾക്ക് അങ്ങനെ സ്കൂളുകളുണ്ട് അസോസിയേഷന് കീഴിൽ. ഇപ്പോൾ നിങ്ങളിൽ തന്നെ പല ആളുകളും ജോയിൻ ചെയ്തത് അതിലൊരു സ്കൂളിൽ നിന്നാണ്. പെരിന്തൽമണ്ണയുള്ള PS ഗ്ലോബൽ ഫ്യൂച്ചർ സ്കൂള്, അതങ്ങനെയുള്ള സ്കൂളാണ്. തൃശ്ശൂരുള്ള മോണ്ടിസോറി ഇന്റർനാഷണൽ സ്കൂള് അത്തരം സ്കൂളാണ്. അതിലൊരു ടീച്ചർ ഇപ്പോൾ ഇതിലുണ്ട്. ഇതൊക്കെ ഈ അസോസിയേഷന് കീഴിലുള്ള സ്കൂളുകളായതുകൊണ്ട് നിങ്ങൾക്ക് ആ സ്കൂളുകളെ കുറിച്ച് അറിയാം. ഓക്കെ, പൂർണ്ണമായും മോണ്ടിസോറി മെത്തേഡ്. കാരണം അവിടെ മോണ്ടിസോറി M1 M2 കഴിഞ്ഞ ഒരു കുട്ടി UKG, അതായത് ക്ലാസ് 1 പോകുമ്പോൾ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പറ്റും. അത് പരീക്ഷ പോലും ഇല്ലാതെയാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിന് ടൂൾസ് ഉപയോഗിച്ച് ലാംഗ്വേജ് പഠിക്കാം, ടൂൾസ് ഉപയോഗിച്ച് മാത്തമാറ്റിക്സ് പഠിക്കാം. ഭയങ്കര IQ പവർ കൂടും. പക്ഷെ അത് ടീച്ചേഴ്സിന് അത്രയും നല്ല ട്രെയിനിങ് വേണം. നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസ് ഞങ്ങൾ തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് പിന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള എല്ലാ സ്കൂളിലും ഈ സൗകര്യം ഇല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസ് ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് പോകണം. അല്ലെങ്കിൽ അവിടെ LKG UKG, പിന്നെ ഇപ്പൊ കൂടുതലും കേരളത്തിലുള്ളത് LKG UKG കിൻഡർ ഗാർട്ടൻ സിസ്റ്റവും മോണ്ടിസോറി മെത്തേഡും മിക്സ് ചെയ്തിട്ട് നടത്തുന്നതുണ്ട്. അങ്ങനെ പല സിസ്റ്റത്തിൽ നടത്തുന്നതുണ്ട്. കാരണം അതാണ് എല്ലാവർക്കും ട്രെയിനിങ് കൂടുതലുള്ളത്. ഇതിന് ട്രെയിനിങ് വളരെ കുറച്ച് പേരുള്ളൂ. പക്ഷെ മോണ്ടിസോറി ട്രെയിനിങ് കഴിഞ്ഞു അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, 2 സർട്ടിഫിക്കറ്റ് ഉണ്ട്. മോണ്ടിസോറി യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് അതിന്റെ മെച്ചം ഉണ്ടാവും. ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സ്കിൽസ്, ഇമോഷണൽ ഗ്രോത്ത്, ഇതൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഡെവലപ്പ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സ്കൂൾ ആൻഡ് ലേണിംഗ്, ഫോം extended habits of concentration, initiative and persistence, provide a carefully planned stimulating environment where children are free to respond to their natural drive to work and learn. കുട്ടികൾ പഠിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത.
അതായത് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്. വേണമെങ്കിൽ നോട്ട് പറയുമ്പോൾ ഞാൻ ഈ ഷോർട്ട് ഫോം ഒക്കെ പറയുമ്പോൾ അത് ആ പുസ്തകത്തിലുള്ളതല്ല. ഇപ്പോഴത്തെ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ചിട്ടുള്ള സിസ്റ്റമാണ് പ്രവർത്തനാധിഷ്ഠിത പഠനം, ചൈൽഡ് സെന്റേഡ് എഡ്യൂക്കേഷൻ ആണ്, ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം. ഓക്കെ, അവേക്കൻ ദ ചൈൽഡ്സ് സെൻസ് ഓഫ് ഇമാജിനേഷൻ, എൻകറേജ് ദ ചൈൽഡ്സ് ഇൻഹറന്റ് ലവ് ഓഫ് ലേണിംഗ്. കുട്ടികൾക്ക് പഠനത്തോടൊരു താല്പര്യം ഉണ്ടാക്കുക. സ്കൂളിൽ വരുന്ന കുട്ടിക്ക് പഠനം നടക്കണമെങ്കിൽ ടീച്ചറെ ഇഷ്ടമാവണം, സ്കൂൾ ഇഷ്ടമാവണം. പഠനം ഒരു കീറാമുട്ടിയായി അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യമായി കുട്ടിക്ക് തോന്നരുത്. അപ്പൊ കുട്ടികൾക്ക് മാനസികമായ ഉല്ലാസം കിട്ടണം. അപ്പൊ അതുകൊണ്ടാണ് അതൊക്കെയാണ് മോണ്ടിസോറി വിദ്യാഭ്യാസത്തിന്റെ എയിംസ് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ. നിങ്ങൾക്ക് ഈ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എയിംസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ സ്വന്തമായി നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഇത് വായിച്ച് കുറച്ചും കൂടി പഠിക്കണം. മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് മനസ്സിലായ ആളുകൾ ഐ അണ്ടർസ്റ്റുഡ് എന്ന്, അതിന് ഷോർട്ടായിട്ട് അണ്ടർസ്റ്റുഡ് എന്നുള്ളത് IU എന്ന് ടൈപ്പ് ചെയ്യണം. ടെക്സ്റ്റ് മെസ്സേജ് അയക്കൂ. ഉറങ്ങാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കാനും വേണ്ടിയിട്ടാണ്. ഐ അണ്ടർസ്റ്റുഡ്, IU. ഓക്കെ, ടെക്സ്റ്റ് മെസ്സേജ് പെട്ടെന്ന് അയക്കും. അല്ലാത്തവരോട് ചോദിക്കും. മനസ്സിലാകാത്തവരോട് ചോദിച്ചാൽ മതിയല്ലോ. അപ്പോ ഐ അണ്ടർസ്റ്റുഡ് എന്ന് പറയുന്നവരോട് ചോദിക്കില്ല. അപ്പൊ രഞ്ജു മോളോട് ചോദിക്കില്ല. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാരോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. മനസ്സിലായവര് ഐ അണ്ടർസ്റ്റുഡ്. ഓക്കെ, അപ്പോ അമൃത പറയൂ. മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷന്റെ അമൃത കേശവൻ മെസ്സേജ് അയച്ചു. ഇനി അമൃതയോട് ചോദിക്കാൻ പറ്റില്ല, കാരണം അമൃതയുടെ ടെക്സ്റ്റ് മെസ്സേജ് ഇവിടെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അമൃത രക്ഷപ്പെട്ടു. രഞ്ജു മോളും ഇടിക്കുകയാണല്ലോ. രഞ്ജുവും പെട്ടെന്ന് മെസ്സേജ് അയച്ചു. അതുകൊണ്ട് നിങ്ങളൊക്കെ ടീച്ചേഴ്സ് ആയതുകൊണ്ട് എങ്ങനെ രക്ഷപ്പെടണമെന്ന് നിങ്ങൾക്ക് വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ കൈകാര്യം ചെയ്യും. ഓക്കെ, എല്ലാവർക്കും ഇത് മനസ്സിലായി. ഓക്കെ, സോ താങ്ക് യു. നമുക്ക് നിങ്ങൾ ഇടയ്ക്ക് ക്ലാസ്സിൽ ഉറങ്ങാതിരിക്കാനൊക്കെ ഓൺലൈൻ ക്ലാസ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയും വഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ വീഡിയോ ഓഫ് ആക്കിയിട്ട് അടുക്കളയ്ക്ക് പോകും, TV കാണാൻ പോകും. വീട്ടിൽ ഒരാൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് വീഡിയോ ഓഫാക്കി മൈക്ക് മ്യൂട്ട് ചെയ്യാൻ മറന്നുപോയി. വീട്ടിൽ നടന്ന ബഹളവും അടിയും ഒക്കെ നാട്ടുകാർ മുഴുവനും ഇത് റെക്കോർഡഡ് ആണ്. നിങ്ങൾ ഓൺലൈൻ ക്ലാസ് കോവിഡിന്റെ സമയത്ത് നമ്മുടെ പല ടീച്ചേഴ്സിനെ പറ്റിയ അബദ്ധങ്ങളൊക്കെ ഇപ്പോഴും ട്രോളുകൾ കോവിഡിന്റെ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. അങ്ങനെ ചില സ്കൂളുകൾ അഡ്മിഷൻ പോയി, ചില സ്കൂളുകൾ പൂട്ടിപ്പോയി. അപ്പൊ അത് നമുക്ക് ആവർത്തിക്കാതിരിക്കാൻ ആണ് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ കുറച്ചും കൂടെ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ്ഡ് ആയി മാറും. പ്രിൻസിപ്പിൾസ് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ 8 പ്രിൻസിപ്പിൾസ് ആണ് മോണ്ടിസോറി വിദ്യാഭ്യാസത്തിന്റെ തത്വങ്ങളായിട്ട് പറയുന്നത്. നമ്പർ 1, ദ മൂവ്മെന്റ് ആൻഡ് കൊഗ്നീഷൻ ആർ ക്ലോസ്ലി എൻട്വൈൻഡ് ആൻഡ് മൂവ്മെന്റ് ക്യാൻ എൻഹാൻസ് തിങ്കിങ് ആൻഡ് ലേണിംഗ്. അത് വളരെ ശരിയാണ് കേട്ടോ. മൂവ്മെന്റ് ഈസ് കണക്റ്റഡ് വിത്ത് മൂഡ്. നിങ്ങൾക്ക് മൂഡ് ശരിയല്ലെങ്കിൽ മൂവ്മെന്റ് മാറ്റുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്, ഒരു കുട്ടി ക്ലാസ്സിൽ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്, ആ കുട്ടിയുടെ മൂഡ് ശരിയല്ല. ടീച്ചർ എന്ത് ചെയ്യണം? മൂവ്മെന്റ് മാറ്റണം. കുട്ടീനെ എണീപ്പിക്കണം, ലെഫ്റ്റ് ഹാൻഡ് പറയണം, റൈറ്റ് ഹാൻഡ് പറയണം, അല്ലെങ്കിൽ കുട്ടിക്ക് സെമി സർക്കിളിൽ ഒരു ആക്ടിവിറ്റി കൊടുക്കണം, ഗ്രൂപ്പ് വർക്ക് കൊടുക്കണം. മൂവ്മെന്റും മൂഡും തമ്മിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. നമ്മളൊരു കാര്യം സംസാരിക്കാൻ നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് പറയുന്നതും നടന്നിട്ട് ക്ലാസ്സിൽ കുട്ടികളെല്ലാം അടുത്ത് നിന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും മൂഡ് എനർജറ്റിക് ആയിരിക്കാൻ, സ്മാർട്ട് ആയിരിക്കാൻ സാധിക്കും. ക്ലിയർ? അപ്പൊ മൂവ്മെന്റും ബുദ്ധിയും തമ്മിൽ കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. അതായത് അപ്പോൾ കുട്ടികൾക്ക് മൂവ്മെന്റ് അപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ്. അതുകൊണ്ട് തിങ്കിങ്, ചിന്താശേഷിയും പഠന സാധ്യതകളും കൂടും. നമ്പർ 2, അതാണ് ഒന്നാമത്തെ തത്വം. നമ്പർ 2, ലേണിംഗ് ആൻഡ് വെൽബീയിങ് ആർ ഇംപ്രൂവ്ഡ് വെൻ പീപ്പിൾ ഹാവ് എ കൺട്രോൾ ഓവർ ദെയർ ലൈഫ്സ്. പഠനവും ജീവിത അവസ്ഥയും പുരോഗതിയിലേക്ക് പോകും അവരുടെ പഠനത്തിലും ജീവിതത്തിലും ഒരു വ്യക്തിക്ക് നിയന്ത്രണം ഉള്ളപ്പോൾ. കുട്ടികൾക്ക് അവരുടെ തന്നെ കഴിവിലും അവരുടെ കഴിവുകളിൽ അവർക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തുക, അവര് സ്വയം കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുക, ആത്മനിയന്ത്രണമുള്ള മക്കളാക്കി മാറ്റുക. നമ്പർ 3, തേർഡ് പ്രിൻസിപ്പിൾ, പീപ്പിൾ ലേൺ ബെറ്റർ വെൻ ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ വാട്ട് ദേ ആർ ലേണിംഗ്. ആളുകൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കും. താല്പര്യമുള്ള വിഷയം അല്ലെങ്കിൽ താല്പര്യമുള്ള ഇഷ്ടമുള്ള ടീച്ചറെ പഠിപ്പിക്കുന്ന വിഷയം മാത്രമേ താല്പര്യമുള്ളതാവുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള വിഷയമാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ആ വിഷയത്തെക്കുറിച്ചും കുട്ടിക്ക് ക്ലാസ് റൂമിലുള്ള അന്തരീക്ഷവും കുട്ടിക്ക് ശിശു സൗഹൃദമാക്കണം, ചൈൽഡ് ഫ്രണ്ട്ലി ആക്കണം, ടീച്ചറും ചൈൽഡ് ഫ്രണ്ട്ലി ആവണം. ക്ലിയർ? അപ്പൊ ഈ 3ാമത്തെ പ്രിൻസിപ്പിൾ ആണ് പറഞ്ഞത്. ഇനി 4ാമത്തെ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ പറയുന്നത്. ട്രൈയിങ് extrinsic rewards to an activity like money or reading or high grades or for tests negatively impacts motivation to engage in that activity when the reward is withdrawn. നന്നായി പഠിക്കുന്ന കുട്ടിക്ക് മാർക്ക് കിട്ടി, അടുത്ത പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, അപ്പൊ മാർക്ക് നെഗറ്റീവ് ആവും, അതായത് മോട്ടിവേഷൻ നെഗറ്റീവ് ആവും. അതുകൊണ്ട് അങ്ങനെയുള്ള വലിയ പ്രോത്സാഹനം അല്ലെങ്കിൽ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് തെറ്റാണെന്നാണ് മോണ്ടിസോറി തത്വം പറയുന്നത്. നമ്പർ 5, 5ാമത്തെ തത്വമാണ് കൊളാബറേറ്റീവ് അറേഞ്ച്മെന്റ്സ് ക്യാൻ ബി വെരി കൺഡ്യൂസീവ് ടു ലേണിംഗ്.
കുട്ടികളിൽ ഒരു പരസ്പര സൗഹാർദ്ദിത്വം, സഹകരണ മനോഭാവം ഉണ്ടാക്കുന്നത്. നമുക്കിങ്ങനെ ചെയ്താലോ, നമുക്കിത് പഠിച്ചാലോ, നമുക്കിത് കൂടുതൽ നിങ്ങൾക്ക് മെച്ചമല്ലേ, അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഈ കളിയിലൂടെ ഇത് അറിയാം, ഇത് എന്താണെന്ന് അറിയാമോ, ജിജ്ഞാസ കുട്ടികൾക്ക് ഉത്കണ്ഠ, ആങ്സൈറ്റി ഉണ്ടാക്കരുത്, മറിച്ച് കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാക്കണം. ക്യൂരിയോസിറ്റിയും ഉത്കണ്ഠയും രണ്ടാണ്. ഉത്കണ്ഠ ചിലപ്പോൾ ടെൻഷനും പേടിയൊക്കെ, ഫിയർ ആൻഡ് ആങ്സൈറ്റി ഈസ് നോട്ട് ഗുഡ്. പേടിയും ഉത്കണ്ഠയും കുട്ടികൾക്ക് നല്ലതല്ല. പേടി സൃഷ്ടിക്കരുത്. പഠന പേടി, പരീക്ഷ പേടി ഇതുണ്ടാക്കരുത്. അതിന് പകരം എന്ത് ചെയ്യണം? ക്യൂരിയോസിറ്റി ഉണ്ടാക്കണം. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്സാഹം അല്ലെങ്കിൽ അറിയാനുള്ള ആവേശം ഉണ്ടാക്കണം. അപ്പോ അതുകൊണ്ട് ലേണിംഗ്, അതാണ് അഞ്ചാമത്തത്. ലേണിംഗ് സിറ്റുവേറ്റഡ് ഇൻ മീനിങ്ഫുൾ കോണ്ടെക്സ്റ്റ് is often deeper and richer than learning in abstract context. മീനിങ്ഫുൾ കോണ്ടെക്സ്റ്റ് ആണ്. യാഥാർത്ഥ്യമായ പഠന സാധ്യതയായിരിക്കണം. അയഥാർത്ഥ്യമായ, അതുകൊണ്ട് അതിലൊരു ലേണിംഗ് പ്രിൻസിപ്പിൾ ആണ് കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്. യാഥാർത്ഥ്യമായവയിൽ നിന്ന് അയഥാർത്ഥ്യമായവയിലേക്ക്. റെയിൻബോ പഠിപ്പിക്കുമ്പോൾ റെയിൻ എന്നുള്ളത് കോൺക്രീറ്റ് ആണ്, അത് കണ്ടിട്ടുണ്ട്. റെയിൻബോ എന്നുള്ള എല്ലാ കുട്ടികളും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റെയിനും സൺഷൈനും ഒരുമിച്ച് വരുമ്പോഴാണ് റെയിൻബോ ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോഴാണ് അബ്സ്ട്രാക്ട് ഐഡിയ കുട്ടിക്ക് ക്ലിക്ക് ആവുള്ളൂ, ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ക്ലിയർ? നമ്മൾ ഇന്ന് ഇത്രയും പഠിച്ചിട്ട് നിർത്തും. നാളെ നിങ്ങൾക്ക് അടുത്ത ടോപ്പിക്കുമായി അടുത്ത ഒരു മിസ് വരും ഇനി മുതലുള്ള ദിവസങ്ങളിൽ. അതുകൊണ്ട് ഓഫ്ലൈൻ ക്ലാസ് കിട്ടേണ്ടവരെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഓരോ മിസ്സുമാർ വരും നിങ്ങളുടെ സെന്ററിലൊക്കെ ക്ലാസ് നിങ്ങൾക്ക് തരും. ഈ ഓൺലൈൻ ക്ലാസ് നിരന്തരമായിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഓൺലൈൻ ക്ലാസ്സിന്റെ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോസ് ഇപ്പൊ ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും കണ്ടു നോക്കുക. ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത് ഉപകാരപ്രദമാകും എന്നൊരു അധ്യാപകൻ എന്ന നിലയിൽ എന്റെ അനുഭവങ്ങളായതുകൊണ്ട് എനിക്ക് തീർച്ചയാണ്. ഓക്കെ, അപ്പോ സെവന്ത്, particular forms of adult interaction are associated with more optimal child outcomes. കുട്ടിയുടെ കഴിവിന്റെ പൂർണ്ണതയിൽ എത്താൻ പല പ്രായത്തിലുള്ള കുട്ടികളെ മുതിർന്ന കുട്ടികളെ കൊണ്ടും ഇടപെടൽ നടത്തിക്കുന്ന പഠന പ്രവർത്തനങ്ങൾ നല്ലതാണ്. പിയർ ഗ്രൂപ്പ് ലേണിംഗിൽ മുതിർന്ന കുട്ടികൾ, അങ്ങനെയാണ് M1 LKG ക്ലാസ്സിലെ കുട്ടികളെ UKG ക്ലാസ്സിലെ കുട്ടികൾ പഠിപ്പിക്കും. അങ്ങനെ അവർക്കൊരു പിയർ ഗ്രൂപ്പ് ലേണിംഗ് ഉണ്ട് മോണ്ടിസോറി മെത്തേഡിൽ. അപ്പൊ അതാണ് 7ാമത്തെ തത്വം. 8ാമത്തെ, ഓർഡർ ഇൻ ദ എൻവയോൺമെന്റ് ഈസ് ബെനിഫിഷ്യൽ ടു ചിൽഡ്രൻ. വീട്ടിൽ തന്നെ നല്ല അടുക്കും ചിട്ടുള്ള വീടാണെങ്കിൽ തന്നെ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ഉത്സാഹവും എനർജറ്റിക്കും നല്ല അന്തരീക്ഷവും നല്ല ചിന്താഗതിയൊക്കെ ഉണ്ടാവും. അടുക്കും ചിട്ടയുമുള്ള ഒരു വീട്ടിലാണെങ്കിൽ ആ കുട്ടിക്ക് അത് ഉണ്ടാവുമെങ്കിൽ ഒരു ക്ലാസ് റൂമും കുട്ടിക്ക് പഠന അന്തരീക്ഷം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ഓർഡർ ഉണ്ടാവണം. പഠിക്കുന്ന എന്താണ്? ലാംഗ്വേജ്, മാത്സ്, കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ്, ദൈനംദിന ജീവിത പ്രവർത്തികൾ, ഇതിനൊക്കെ ഒരു ഓർഡറിൽ പഠിപ്പിക്കാൻ മോണ്ടിസോറിക്ക് ഒരു കരിക്കുലം ഉണ്ട്, ഒരു സിലബസ് ഉണ്ട്. അതിന് ടെക്സ്റ്റ് ബുക്സ് ഇല്ലെങ്കിലും അങ്ങനെയുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ടൈം അവസാനിച്ചു. നൗ ഐ എം ഗോയിങ് ടു ഈ 8 തത്വങ്ങൾ നാളെ നിങ്ങൾ പഠിച്ചിട്ട് വരിക. അപ്പോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. നൗ ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ദ സ്ക്രീൻ ഷെയറിംഗ്. നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യാം. Now you can turn on your mic. If you have any doubts, now this is the time for discussion. Okay, സംശയം ചോദിക്കുള്ളൂ, വീഡിയോ ഓൺ ആക്കൂ. സംശയം ചോദിക്കൂ, വീഡിയോ ഓൺ ആക്കൂ. സൗന്ദര്യ, ഡു യു ഹാവ് എനി ഡൗട്ട്സ്? സംശയം ചോദിക്കുന്ന സമയത്ത് വീഡിയോ ഓഫ് ആക്കും. കാരണം ഞാൻ അവരുടെ പേര് വിളിക്കും എന്നുള്ള പേടിയാണ് അവർക്ക്. സോണിയ, പറയൂ, സംശയം ഉണ്ടോ? മൈക്ക് ഓൺ ആക്കൂ. എന്റെ കുറച്ച് വീഡിയോസ് എല്ലാം മനസ്സിലായി. ഓക്കെ ഓക്കെ. അല്ല സാർ, എന്റെ കുറച്ച് വീഡിയോസ് എനിക്ക് സാർ വീഡിയോ തരണം അല്ലേ? നെറ്റ് ഇഷ്യൂ, എനിക്ക് നെറ്റ് ഇഷ്യൂ വന്നായിരുന്നു സാർ. അപ്പൊ എനിക്ക് റേഞ്ച് പ്രോബ്ലം. ഓക്കെ 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 ഓക്കെ, മനസ്സിലായി. ഓക്കെ, വീഡിയോ, റെക്കോർഡഡ് വീഡിയോ തരും. സൗന്ദര്യ, ഡു യു ഹാവ് എനി ഡൗട്ട്? താങ്ക് യു. No, sir. Oh, I'm a great teacher. Thank you. ഞാൻ നല്ല ടീച്ചർ ആയതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് സംശയമില്ലാത്തത്. ഓക്കെ, അമൃത മിസ് പറയൂ. അമൃത, എനി ഡൗട്ട്? അമൃത പോയോ? അമൃത കേശവൻ, എനി ഡൗട്ട്? ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് ആവുന്നുണ്ട് നെറ്റിന്റെ. ഓക്കെ, ഞാൻ പറയുന്നതാണോ നിങ്ങളുടെ അവിടെ നെറ്റ് ബ്രേക്ക്? ഇടയ്ക്ക് വീഡിയോ സ്റ്റക്ക് ആയിട്ടിരിക്കുന്നുണ്ട് നെറ്റിന്റെ. പക്ഷെ ക്ലിയർ ആയിട്ടുണ്ട്. രഞ്ജു മോൾ, എനി ഡൗട്ട്? ഞാൻ നല്ല ടീച്ചറാണ് അല്ലേ?
ഓക്കെ യെസ് സാർ. ഓക്കെ. ഈ അസോസിയേഷൻ എന്നെ നിരന്തരം ക്ലാസ് എടുക്കാൻ വിളിക്കും. നിങ്ങൾ ഒരു സംശയവും ചോദിക്കുന്നില്ല, അപ്പോ അവരെന്നെ നിരന്തരം വിളിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. ബൈ.